അത് കേട്ട് അർജുൻ ചുണ്ടിന്റെ കോണുയർത്തി ചിരിച്ചു. അതോടൊപ്പം ഒരടിയും കൂടി കോബ്രയ്ക്ക് കൊടുത്തു. എങ്കിൽ നിന്റെ അണ്ണൻ വരട്ടെ, അതുവരെ ഞാൻ കാത്തിരിക്കാം, അവൻ പറഞ്ഞു. അണ്ണന്റെ കയ്യിൽ നിന്ന് നീ രക്ഷപ്പെടില്ലടാ, കോബ്ര വാശിയോടെ പറഞ്ഞു. അയ്യോ, അയാളും കൂടി വന്നാ ഇനി എന്തൊക്കെ ഉണ്ടാവാൻ പോവുക. അർജുൻ, നീ കാരണമാണ് ഞങ്ങളും കൂടി ഈ പ്രശ്നത്തിലകപ്പെട്ടത്, ലാവണ്യ വെപ്രാളത്തോടെ പറഞ്ഞു. പ്രയാഗ ഉൾപ്പെടെ അവിടെ എല്ലാവരും ഭയന്നിരിക്കുകയായിരുന്നു. ഓഹോ, അയാൾ അത്രയ്ക്ക് ശക്തനാണോ? അർജുൻ പരിഹാസത്തോടെ ചോദിച്ചു. ഷൺമുഖന്റെ ആളാണെന്നറിഞ്ഞിട്ടും നീ എന്തിനാ അയാളെ അടിച്ചത്? ആ ഷൺമുഖനൊരു രാക്ഷസനാണ്, അയാൾ നിന്നെ കൊല്ലും തീർച്ച. ഞങ്ങളെയും വെറുതെ വിടുമെന്ന് തോന്നുന്നില്ല, എല്ലാം നീ കാരണമാണ്. ആര്യൻ അർജുന്റെ അടുത്തേക്ക് വന്ന് പറഞ്ഞതും അവന്റെ കരണക്കുറ്റി നോക്കി അർജുൻ ഒരു അടി വെച്ചു കൊടുത്തു. ആ ഒറ്റ അടിയിൽ തന്നെ ആര്യന്റെ മുഖം വീർത്തുവന്നു. ദേഷ്യമടക്കാനാവാതെ നിൽക്കുന്ന അർജുനെ കണ്ടതും പ്രയാഗ അവന്റെ അടുത്തേക്ക് ചെന്നു. അർജുൻ, മതി, പ്ലീസ്, നടന്നതെല്ലാം വിട്ടേക്ക്, നമുക്കിവിടെ നിന്ന് പോകാം. എനിക്ക് പേടിയാവുന്നു, അവൾ ഭയത്തോടെ പറഞ്ഞു. എങ്കിലും അവിടെ നടന്ന ഈ സംഭവം അവളുടെ മനസ്സിനെ പിടിച്ചുലച്ചു. പ്രയാഗ അപമാനിക്കപ്പെട്ടതിനാലാണ് അർജുൻ ഇതുപോലെ റിയാക്ട് ചെയ്തത്. തന്റെ മാനം സംരക്ഷിക്കാൻ അവൻ അവന്റെ സ്വന്തം സുരക്ഷയെക്കുറിച്ച് പോലും ചിന്തിച്ചില്ല. അവൾ അറിയാതെ തന്നെ അത് അവളുടെ ഹൃദയത്തെ സ്പർശിച്ചു. ഇവിടെ നിന്ന് ജീവനോടെ പോകാൻ കഴിയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഷൺമുഖനൻ വന്നാൽ നിന്നെ കൊന്ന് ഇവിടെ തന്നെ കെട്ടിത്തൂക്കും, കോബ്രയുടെ അനുയായി വെല്ലുവിളി എന്നോണം പറഞ്ഞു. അർജുൻ അവന്റെ അടുത്ത് ചെന്ന് അവനെ കഴുത്തിന് പിടിച്ച് വലിച്ചിറക്കി ആ മുറിയുടെ പുറത്തേക്ക് തള്ളി. കോബ്രയെയും ആര്യനെയും അവൻ അതുപോലെ കഴുത്തിന് പിടിച്ചു തള്ളി. എന്നിട്ട് പ്രയാഗയുടെ അടുത്ത് ചെന്നു. പ്രയാഗ, ഞാൻ പറയുന്നതുവരെ ഈ മുറിയിൽ നിന്ന് പുറത്തു വരരുത്, അർജുൻ അവളെ നോക്കി പറഞ്ഞു. അവൻ പറഞ്ഞതും ഒന്നും പറയാതെ പ്രയാഗ അകത്തേക്ക് പോയി. അർജുൻ ഉടനെ ആ മുറിയുടെ വാതിലടച്ചു. കോബ്രയും ആര്യനും മുറിക്ക് പുറത്തുള്ള ഇടനാഴിയിൽ മുട്ടുകുത്തിയിരുന്നു. അർജുൻ അവിടെ കസേരയിൽ കാലിന്മേൽ കാല് വെച്ചിരുന്നുകൊണ്ട് അവരെ നോക്കിയിരുന്നു. കോബ്രയുടെ മറ്റ് അനുയായികൾ അല്പം അകലെ നിന്ന് അവരെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അർജുൻ എത്ര ശക്തനാണെങ്കിലും ഷൺമുഖൻ വന്നാൽ അവന്റെ ഈ ഷോ ഒക്കെ അവസാനിക്കുമെന്ന് പ്രതീക്ഷിച്ച് ഇരിക്കുകയാണവർ. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ 2 വലിയ കാറുകൾ ആ ബിൽഡിങ്ങിന് പുറത്തു വന്നു നിന്നു. കറുത്ത സ്യൂട്ട് ധരിച്ച 10ഓളം അനുയായികൾ അതിൽ നിന്നും ഇറങ്ങി. അവർക്കിടയിലൂടെ ഷൺമുഖൻ ദേഷ്യത്തിൽ നടന്നു വന്നു. ഷൺമുഖനെ കണ്ട കോബ്രയും അനുയായികളും സന്തോഷിച്ചു. അർജുന്റെ കഥ കഴിഞ്ഞു എന്ന് പ്രതീക്ഷിച്ച അവർ കണ്ടത് ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു കാഴ്ചയായിരുന്നു. അതുവരെ ദേഷ്യത്തിലുണ്ടായിരുന്ന ഷൺമുഖൻ അർജുനെ കണ്ടയുടനെ അവന്റെ അടുത്ത് ചെന്ന് അർജുന് മുന്നിൽ തല കുനിച്ച് ബഹുമാനത്തോടെ നിൽക്കുന്നു. അർജുൻ സാർ, എങ്ങനെയുണ്ട്? സുഖമല്ലേ? അയാൾ വിനയത്തോടെ ചോദിച്ചു. അവിടെ കോബ്രയോ തന്റെ ശിങ്കിടികളോ ഉള്ളതുപോലും ഷൺമുഖൻ ശ്രദ്ധിച്ചില്ല. അത് കണ്ട് അവിടെയുണ്ടായിരുന്നവരെല്ലാം അമ്പരന്നു. ഷൺമുഖനണ്ണ, അവനാണ് ഇവിടെ പ്രശ്നമുണ്ടാക്കിയത്. അണ്ണന്റെ പേര് പറഞ്ഞിട്ടുകൂടി അവൻ എന്നെ തല്ലി അണ്ണ. അണ്ണൻ അവനെ വെറുതെ വിടരുത്, കോബ്ര ഉറക്കെ പറഞ്ഞു. പക്ഷേ അയാൾ അതൊന്നും ശ്രദ്ധിച്ചില്ല. അർജുൻ സാർ, എന്താ പറ്റിയത്? സാർ എന്താ ഇവിടെ എന്ന് അയാൾ ചോദിച്ചു. അത് കണ്ട കോബ്രയും അനുയായികളും രോഷാകുലരായി. അണ്ണൻ എന്തിനാ അവന്റെ മുന്നിൽ ഇങ്ങനെ തലകുനിക്കുന്നത്? കോബ്ര ദേഷ്യത്തോടെ ചോദിച്ചു. ഷൺമുഖൻ അതിഷ്ടപ്പെടാത്ത രീതിയിൽ അവനെ ഒന്ന് നോക്കിയ ശേഷം അർജുന് നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു. അവൻ കാരണം അർജുൻ സാറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? ഉണ്ടെങ്കിൽ പറഞ്ഞാ മതി, ഞാൻ തീർത്തു കൊടുത്തേക്കാം, അയാൾ കണ്ണുകൾ ഉരുട്ടിക്കൊണ്ട് ചോദിച്ചു. ഞാൻ എന്റെ ഭാര്യയോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ അനാവശ്യമായി എന്നെ ചൊറിയാൻ വന്നു. അതിനുള്ള മറുപടി ഞാൻ നന്നായി കൊടുത്തിട്ടുണ്ട്. നീ അവനെ സപ്പോർട്ട് ചെയ്യാനല്ലേ വന്നത്? അർജുൻ പറഞ്ഞു. അവൻ എന്റെ സഹായിയാണ്, അവനെ പിന്തുണയ്ക്കേണ്ട ബാധ്യത എനിക്കുണ്ട്. പക്ഷേ സാർ ഇവിടെയുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു, നെറ്റിയിലെ വിയർപ്പ് തുടച്ചുകൊണ്ട് ഷൺമുഖൻ പറഞ്ഞു. ഷൺമുഖൻ അർജുന്റെ മുന്നിൽ പേടിച്ചരണ്ടു നിൽക്കുന്നത് അനുയായികൾക്കും സഹിക്കാനായില്ല. അണ്ണ, ഇവൻ ആരാണെന്നാണ് അണ്ണൻ കരുതുന്നത്? ആ പാലക്കൽ കുടുംബത്തിലെ ഏറ്റവും വേസ്റ്റായ ഒരുത്തനാ. എന്തിനാ അണ്ണൻ അവനെ പേടിക്കുന്നത്? കോബ്ര ചോദിച്ചതും ഷൺമുഖൻ അയാളെ രൂക്ഷമായി നോക്കി. ഈ അലവലാതി എനിക്ക് തല്ലു വാങ്ങി തരുമെന്നാ തോന്നുന്നേ, ഷൺമുഖൻ മനസ്സിൽ ചിന്തിച്ചു. നീ ഒന്നും മിണ്ടാതിരിക്കടാ കോപ്പേ. ഷൺമുഖൻ ഓടി വന്ന് കണ്ണുമുറിയെ കോബ്രയ്ക്കൊരടി കൊടുത്തു. വേദന സഹിക്കാനാവാതെ കോബ്ര പിടഞ്ഞുപോയി. ഇനി ഒരക്ഷരം പറഞ്ഞാൽ താൻ ജീവനോടെ പുറത്തേക്ക് പോകില്ല എന്ന് തിരിച്ചറിഞ്ഞ കോബ്ര അതോടെ നിശബ്ദനായി. എല്ലെണ്ണവും അർജുൻ സാറിനോട് മുട്ടുകുത്തി മാപ്പ് പറഞ്ഞോണം ഇപ്പൊ തന്നെ. തന്റെ അസിസ്റ്റന്റിൽ നിന്നും ഒരു ഇരുമ്പ് വടി വാങ്ങി അവരെ ഭീഷണിപ്പെടുത്തി ഷൺമുഖൻ പറഞ്ഞു. മറുത്തൊന്നും പറയാതെ കോബ്രയും അനുയായികളും അതുപോലെ ചെയ്തു. ആ നാട്ടിലെ പേര് കേട്ട ഗുണ്ടയാണ് ഷൺമുഖൻ. ആ ഷൺമുഖൻ പോലും അർജുനെ ഇങ്ങനെ ഭയക്കുന്നുണ്ടെങ്കിൽ അവൻ ചില്ലറക്കാരനല്ല എന്ന് കോബ്രയ്ക്കും കൂട്ടർക്കും മനസ്സിലായിരുന്നു.
ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന ആര്യൻ ആകെ അമ്പരന്നു. സത്യത്തിൽ ആ പാർട്ടിക്ക് ശേഷം അർജുനെ കൊല്ലാൻ ആര്യൻ പദ്ധതിയിട്ടിരുന്നു. പക്ഷെ അർജുന്റെ മുന്നിൽ താൻ ഒരുപാട് ചെറുതാണെന്ന് ഇപ്പൊ അവന് മനസ്സിലായി. അവനെ തൊടാൻ പോയിരുന്നെങ്കിൽ താൻ ഈ ലോകത്ത് തന്നെ പിന്നെ ഉണ്ടാവില്ലായിരുന്നു എന്നോർത്ത് അവന്റെ ഉള്ളൊന്ന് നടുങ്ങി. സോറി അർജുൻ, എന്നോട് ക്ഷമിക്കൂ. ആര്യൻ ഓടിച്ചെന്ന് അവന്റെ മുന്നിൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് പറഞ്ഞു. അർജുൻ അവനോട് ഒന്നും പറയാതെ അവിടെ നിന്ന് എണീറ്റ് മുറിയുടെ വാതിൽ തുറന്നു. അതുവരെ ടെൻഷനിലായിരുന്ന പ്രയാഗ അർജുൻ സുരക്ഷിതനായി വന്നപ്പോൾ ആശ്വാസത്തോടെ നെടുവീർപ്പിട്ടു. താങ്ക് ഗോഡ്. അർജുൻ, നിനക്കൊന്നും പറ്റിയില്ലല്ലോ? എന്താ അവിടെ ഉണ്ടായേ? പ്രയാഗ വേദന കലർന്ന സ്വരത്തിൽ ചോദിച്ചു. റിലാക്സ് പ്രയാഗ, ഒന്നുമില്ല, എല്ലാം ശരിയായി. വാ, നമുക്ക് വീട്ടിലേക്ക് പോകാം. അർജുൻ ഒരു പുഞ്ചിരിയോടെ മുന്നിൽ നടന്നു, പ്രയാഗ പിന്നാലെയും. ആര്യൻ മുറിയിലേക്ക് പ്രവേശിച്ചതും അവന്റെ സുഹൃത്തുക്കളെല്ലാരും അവനെ വളഞ്ഞു. ആര്യ, നിന്റെ കൈക്കെന്താ പറ്റിയത്? ആര്യ ഓക്കെ? ഒരു സുഹൃത്ത് ചോദിച്ചു. ഐ എം ഓക്കെ. ആര്യൻ അത്രമാത്രം പറഞ്ഞുകൊണ്ട് അടുത്തു കണ്ട ചെയറിൽ വന്നിരുന്നു. ആര്യ, ആ അർജുനെ നീ എന്തിനാ വെറുതെ വിട്ടത്? നീ ആരാണെന്ന് അവന് കാണിച്ചു കൊടുത്തുകൂടെ? ലാവണ്യ ചോദിച്ചതും ആര്യന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. ഇനി നീ അവനെക്കുറിച്ച് മോശമായി എന്തെങ്കിലും സംസാരിച്ചാൽ ആ നിമിഷം നീയുമായുള്ള ഫ്രണ്ട്ഷിപ്പ് ഞാൻ അവസാനിപ്പിക്കും എന്നു പറഞ്ഞ് ആര്യൻ അവിടെ നിന്നും പോയി. ഹർഷൻ കാർ കൊണ്ടുവന്നപ്പോൾ അർജുനും പ്രയാഗയും കാറിൽ കയറി. അർജുൻ ഒരു സാധാരണക്കാരനല്ല എന്ന് പ്രയാഗയ്ക്ക് അപ്പോൾ തോന്നി. ഇനിയെങ്കിലും പറയേ, അവിടെ എന്താ സംഭവിച്ചത്? അവൾ ചോദിച്ചു. അത് ഒന്നുമില്ല, അറിയാത്ത പിള്ള ചൊറിയുമ്പോ അറിയും എന്ന് കേട്ടിട്ടില്ലേ, അത്ര തന്നെ. അർജുൻ മൃദുവായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മനസ്സുണ്ടെങ്കിൽ പറഞ്ഞാ മതി. അവൾ അവനോട് പറഞ്ഞിട്ട് ദേഷ്യത്തോടെ മുഖം തിരിച്ചു. അവന്റെ ആ മറുപടി അവൾക്കിഷ്ടപ്പെട്ടില്ല. അവിടെ എന്താ നടന്നതെന്ന് അവൾക്കും അറിയണമെന്നുണ്ടായിരുന്നു. പാർട്ടിയിൽ വെച്ചുണ്ടായ സംഭവത്തിനു ശേഷം അവൾ ഇപ്പോൾ പുറത്തേക്ക് അധികം പോകാറില്ല. പൂർണ്ണമായും അവളുടെ ശ്രദ്ധ അവളുടെ പ്രൊജക്റ്റായ ദി ഡയമണ്ട് കിങ്ങിലായിരുന്നു. അർജുൻ അവൾക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തുകൊണ്ട് കൂടെ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ അവൾക്ക് ആ ഡിസൈൻ വിചാരിച്ചതിലും നല്ല രീതിയിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞു. പിന്നെയും 2-3 ദിവസം കൂടി കഴിഞ്ഞുപോയി. നാളെയാണ് എക്സിബിഷൻ നടക്കുന്നത്. റോയൽ ഹോട്ടലിന്റെ ഒരു ഫ്ലോർ മുഴുവനും അതിനായി ഏറ്റെടുക്കുകയും കേരളത്തിലെ പേരുകേട്ട എല്ലാ വലിയ ബിസിനസ്സുകാരെയും അതിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിരുന്നു. അന്ന് അർജുൻ ഓഫീസിലുണ്ടായിരുന്നില്ല. പ്രയാഗയെ ചീഫ് ഡിസൈനറായി തിരഞ്ഞെടുത്ത അന്നു മുതൽ അവൻ ആഗ്രഹിക്കുന്നതാണ് അവൾക്കായി ഒരു വില്ല വാങ്ങിക്കണമെന്ന്. അവളുടെ സുരക്ഷയെയും കൂടി ഓർത്താണ് അവൻ അങ്ങനെ തീരുമാനിച്ചത്. അതിനായി അവൻ മന്ദാരം എന്നു പേരുള്ള കമ്പനിയുടെ വില്ല നോക്കാനായി പോയിരിക്കുകയായിരുന്നു. മന്ദാരം ബിൽഡേഴ്സിന്റെ വില്ലകളെല്ലാം വളരെ എക്സ്പെൻസീവാണ്. അതുപോലെ തന്നെ നല്ല സൗകര്യങ്ങളുള്ള വില്ലകളാണ് അവരുടേത്. ഓരോ വില്ലയ്ക്കും കോടിക്കണക്കിന് രൂപയോളം ചിലവ് വരും. അർജുനെ അവർ പുതുതായി നിർമ്മിച്ച ഒരു വില്ലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള മനോഹരമായ ഒരു വില്ലയായിരുന്നു അത്. അർജുന് അത് ഒരുപാട് ഇഷ്ടമായി. സാർ, ഈ വില്ലയ്ക്ക് ഏകദേശം 2 കോടിയോളം വില വരും. സാറിനിത് വാങ്ങാൻ പറ്റുമോ? വില്ല കാണിക്കാൻ കൂടെ വന്നയാൾ അവനെ അടിമുടി നോക്കിക്കൊണ്ട് ചോദിച്ചു. കാരണം അർജുൻ എപ്പോഴത്തെയും പോലെ സാധാരണ വേഷത്തിലാണ് വന്നത്. കൂടാതെ അന്നവൻ കാർ എടുത്തിരുന്നില്ല. എല്ലാം കൂടി നോക്കിയപ്പോൾ അവൻ ആ വില്ല വാങ്ങാൻ കഴിയുമോ എന്ന് അയാൾക്ക് സംശയമായി. ഡൗൺ പേയ്മെന്റ് പോലും പേ ചെയ്യാൻ അവന് കഴിയുമെന്ന് അർജുനെ കണ്ടിട്ട് അയാൾക്ക് തോന്നിയില്ല. അതിനിടയിലാണ് അർജുന്റെ ഫോൺ റിംഗ് ചെയ്തത്. അവൻ ഫോൺ എടുത്തു നോക്കി. പ്രയാഗയാണ്. വളരെ അപൂർവമായി മാത്രം പ്രയാഗ അവനെ വിളിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് ഫോൺ എടുത്തു. അർജുൻ, നീ ഇതെവിടെയാ? വേഗം ഓഫീസിലേക്ക് വാ. ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.